നമസ്കാരം. ഇന്ന് ഡിസംബർ 28 ഞായർ ധനുമാസം 13-ാം തീയതി. ന്യൂസ് ബ്രേക്സിലേക്ക് ആദ്യം എല്ലാവർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്ത. നമസ്കാരം. 24-നൊപ്പം പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ആദ്യം ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം നന്ദൻകോട് സ്വരാജ് ഭവനിൽ തീപിടുത്തം, 2 കാറുകൾ കത്തി നശിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. പ്രതീഷ്, എപ്പോഴായിരുന്നു തീപിടുത്തം? നിലവിൽ എന്താണ് സ്ഥിതി? സുഹൈൽ, തിരുവനന്തപുരം നന്ദൻകോട് തദ്ദേശ വകുപ്പ് ആസ്ഥാനമായ സ്വരാജ് ഭവനിലാണ് തീപിടുത്തമുണ്ടായത്. ഇപ്പോൾ തീപിടുത്തമുണ്ടായ ഒരു സ്ഥലത്താണ് ഞാനുള്ളത്. ഈ സ്വരാജ് ഭവന്റെ പുറകുവശത്ത് ഈ വാഹനങ്ങളൊക്കെ തന്നെ പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയയിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് 5 മണിയോടുകൂടി തീ പിടിക്കുകയായിരുന്നു. തൊട്ടപ്പുറത്തെ അയൽവാസിയാണ് ഈ തീപിടുത്തം ആദ്യം കാണുകയും പിന്നീട് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ പുറകുവശത്തെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. 2 കാറുകളാണ് ഈ തീപിടുത്തത്തിൽ കത്തി നശിച്ചിട്ടുള്ളത്. ഒന്ന് ഒരു പുതിയ വാഹനവും മറ്റൊന്ന് ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു പഴയ വാഹനവുമാണ് കത്തി നശിച്ചിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. ആ കാറിന്റെ ഉൾഭാഗം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തിയാണ് തീ പിന്നീട് നിയന്ത്രണ വിധേയമാക്കിയത്. എങ്ങനെ തീ പടർന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഈ ഭാഗത്ത് കഴിഞ്ഞ കുറെ നാളുകളായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളും മറ്റ് ചവറുകളും ഒക്കെ തന്നെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന സാഹചര്യമാണ്. അതിൽ നിന്ന് തീ പടർന്നതാകാം എന്നതാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെ സംശയിക്കുന്നത്. ഇന്ന് 5 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഈ പുറകുവശത്ത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്ത് നിന്നാണ് തീ ആദ്യം പടരുകയും പിന്നീട് ഇവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിലേക്ക് തീ പടരുകയും ചെയ്തിട്ടുള്ളത്. ഈ 2 വാഹനം, അത് ഒരു വാഹനം പൂർണ്ണമായും മറ്റൊരു വാഹനം ഭാഗികമായും കത്തി നശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ വാർഡ് കൗൺസിലർ കൂടി ഇവിടെയുണ്ട്. എന്താ സംഭവിച്ചത്? ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് ഈ തീയുടെ പടർന്നത്. ഇവിടെ ഭയങ്കര പുകയും ചുറ്റുപാടുമുള്ള ആളുകൾ ഇത് കണ്ടു. അവരാണ് വിളിച്ച് എൻ്റെ അടുത്തും പറയുന്നത്. അങ്ങനെ ഉടനെ ഞാൻ പോലീസിനെ വിളിച്ചു, ഫയർഫോഴ്സിനെ വിളിച്ചു. പിന്നെ ഈ തീ അങ്ങ് ശക്തമായി പടരാൻ തുടങ്ങി. പിന്നെ ആളുകൾ ചുറ്റുപാടും ഭയാശങ്കരായി. ഈ പണി നടക്കുന്നുണ്ടായിരുന്നു. പണി ഇവിടെ കുറച്ചാളായി ഒരുപാട് നാളായിട്ട് പണി നടക്കുന്നു. 1-2 പേര് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. സ്ഥിരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. തീരത്തില്ല ഈ പണി. ഇതിൻ്റെ ഈ കെട്ടിടം പണി തുടങ്ങിയ പോലെ ഇതിങ്ങനെ തുറന്നിട്ടിരിക്കുക. അതിൻ്റെ വീഴ്ചകളാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത് 4 വശവും. ഇത് എപ്പോഴും അപകടം ഉണ്ടാകാവുന്നതാണ് ഏത് സമയത്തും. ഇതിപ്പോൾ ഇത്രയും ഇത് കുറഞ്ഞത് ഇത് പെട്രോൾ അല്ലാതിരുന്നു. ഇതിപ്പോൾ ഡീസൽ വണ്ടി ആയിരുന്നതുകൊണ്ട് ഡീസൽ തീ പിടിച്ചത് കൊണ്ടും ഇത് ഇത്ര വലിയ സീരിയസ് ആയില്ല. പെട്രോൾ ആയിരുന്നെങ്കിൽ വളരെ സീരിയസ് ആയിപ്പോയതിനെ. സുഹൈൽ, ഈ കൗൺസിലർ സൂചിപ്പിച്ചൊരു കാര്യം, അതായത് ഈ പുറകുവശത്ത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം ഇവിടെയെല്ലാം ഈ ചവറുകളും മറ്റ് ഈ നിർമ്മാണ വസ്തുക്കളെല്ലാം തന്നെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ വസ്തുക്കളും ഈ പ്ലാസ്റ്റിക്കും മറ്റ് ചാക്കുകളും ഒക്കെ തന്നെ ഈ ഭാഗങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെ ഇതിൽ നിന്ന് തീ പടർന്ന് ഇവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിലേക്ക് തീ പിടിച്ചതാകാം എന്നതാണ് ഫയർഫോഴ്സും ഇപ്പോൾ അറിയിക്കുന്ന കാര്യം. ഒപ്പം ഈ ഫയർ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ വെള്ളം ഉൾപ്പെടെ ഒപ്പം മറ്റ് സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ ഒന്നും തന്നെ ഈ താഴ്ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള ഒരു പ്രതികരണമാണ് ഇവിടെ ഉള്ള ആളുകളിൽ നിന്നും ലഭിക്കുന്നത്. എന്തായാലും വലിയ അപകടം ഒഴിവായി എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഈ പുറകുവശത്താണ് തീ പിടിച്ചത്. മറ്റ് മുകളിലാണ് ഈ തദ്ദേശ വകുപ്പ് ഡയറക്ടറുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ തന്നെ ഓഫീസ് ഉള്ളത്. മുകളിലേക്ക് തീ പടരുന്നതിന് മുമ്പ് തന്നെ ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അതാണ് വലിയൊരു അപകടം ഒഴിവാക്കിയിട്ടുള്ളത്. ഇനി തീ എങ്ങനെ പിടിച്ചു, തീ പടർന്നതിന്റെ പ്രധാന കാരണം എന്ത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഫയർഫോഴ്സിന്റെ സ്ഥിരീകരണം വരാനുണ്ട്. അതിലുൾപ്പെടെ വിശദമായ പരിശോധന ഫയർഫോഴ്സ് നടത്തും. എന്തായാലും 2 വാഹനങ്ങളാണ് കത്തി നശിച്ചിട്ടുള്ളത്. അതിൽ ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ഈ ഒരു പുതിയ കാറ് ഒരു 75% കത്തി നശിച്ചിട്ടുണ്ട്. തൊട്ട് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു വാഹനം പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെയോടുകൂടി തദ്ദേശ വകുപ്പ് മന്ത്രി ഈ സ്ഥലം സന്ദർശിക്കുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. സുഹൈൽ, പ്രതീക്ഷ, നമുക്ക് ഈ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് പണി നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടമാണ്. അതിന് സമീപത്ത് മാലിന്യക്കൂന ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തീ പടർന്ന് കാറുകളിലേക്ക് എത്തിയെന്നല്ലേ? അതിനപ്പുറത്തേക്ക് ഈ 2 കാറുകളിലേക്ക് അപ്പുറത്തേക്ക് കൂടുതൽ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തതായി കാണുന്നു. അങ്ങോട്ടേക്കൊന്നും തീ വ്യാപിച്ചിട്ടില്ല എന്നത് തന്നെയല്ലേ ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കുന്നതും?
അസുഖയിൽ തീർച്ചയായും. കാരണം ഈ തൊട്ടപ്പുറത്ത് ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 മീറ്റർ തൊട്ടപ്പുറത്തൊരു വീടുണ്ട്. ആ വീട്ടിലെ വീട്ടുടമസ്ഥനാണ് ഈ തീപിടുത്തം ആദ്യമായി കാണുന്നത്. അദ്ദേഹമാണ് ഈ ഫയർഫോഴ്സിനെയും ഒപ്പം കൗൺസിലറെയും നാട്ടുകാരെയും അടക്കമുള്ളവരെ വിവരം അറിയിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടി ഇടപെടൽ കൊണ്ടാണ് വലിയ അപകടം ഒഴിവായിട്ടുള്ളത്. കാരണം സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ട് വാഹനം കത്തിനശിച്ച രണ്ട് വാഹനത്തിനപ്പുറത്തേക്ക് മറ്റ് വാഹനങ്ങൾ കിടപ്പുണ്ട്. ഒപ്പം ഈ പ്ലൈവുഡ് അവിടെ അടക്കമുള്ള നിർമ്മാണ വസ്തുക്കളും ഈ PVC പൈപ്പുകളും ഒക്കെ തന്നെ ഈ സമീപത്തായി നമുക്ക് കാണാം. അതിലേക്കൊക്കെ തന്നെ തീ പടർന്നിരുന്നുവെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് നയിച്ചേനെ. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണ്. കുറെ നാളുകളായി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെയും പൂർത്തിയാകുന്നില്ല എന്നതാണ് ഇപ്പോൾ നേരത്തെ കൗൺസിലർ അടക്കം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരുന്നതിന് മുമ്പ് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് വലിയ അപകടം ഒഴിവാക്കിയിട്ടുണ്ട്. ആ കാണുന്നതൊക്കെ തന്നെ പ്ലൈവുഡിന്റെ ചില ഭാഗങ്ങളാണ്. ഈ കാർബോർഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ അവിടെ കിടപ്പുണ്ട്. അതിലേക്കൊക്കെ തന്നെ തീ പടർന്നിരുന്നെങ്കിൽ വലിയ അപകടം ആയേനെ. പക്ഷേ അതിനു മുമ്പ് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് കൂടുതൽ വാഹനങ്ങളൊക്കെ തന്നെ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ തദ്ദേശ വകുപ്പ് ആസ്ഥാനത്തിന്റെ ഒരു പാർക്കിംഗ് ഏരിയ കൂടിയാണ്. അവിടെയാണ് ഒരു തീപിടുത്തം ഉണ്ടായി രണ്ട് വാഹനങ്ങൾ കത്തി നശിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ അപകടം ഒഴിവായി എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. സമീപത്തൊക്കെ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ വ്യാപ്തി കുറവാണ് അപകടത്തിന്റേത്. അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ മാലിന്യങ്ങളാണ് ഈ അപകടത്തിന് വഴിയൊരുക്കിയതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. സുഹാനെ തേടി ഒരു നാട്. പാലക്കാട് ചിറ്റൂരിൽ കാണാതായ 6 വയസ്സുകാരന് വേണ്ടി തിരച്ചിൽ തുടരും. പോലീസിന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും നേതൃത്വത്തിലായിരിക്കും തിരച്ചിൽ. ഇന്നലെ രാവിലെ 11 മണിയോടെ കാണാതായ സുഹാന് വേണ്ടി ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തി പരിശോധന നടത്തിയിരുന്നു. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന പാലക്കാടും ചെയ്തു. ഷംന, ഇന്നലെ തിരച്ചിൽ പാതി നിർത്തിയായിരുന്നു, ഇന്ന് ബാക്കി തുടരും. നിലവിൽ ഈ കുളത്തിൽ കുട്ടിയുണ്ടോ എന്ന പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് സമാന്തരമായി കുട്ടി വേറെ എവിടെയെങ്കിലും എത്തിയോ എന്ന രീതിയിൽ പോലീസിന്റെ പരിശോധനയും നടക്കുകയല്ലേ ഷംന? തീർച്ചയായും സുഹേൽ, നിലവിൽ CCTV ഇല്ലാത്ത ഒരു പ്രദേശമാണിത്. അതാണ് ഏറ്റവും വെല്ലുവിളിയാകുന്നത്. കാരണം ഇന്നലെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തി കാണിച്ചു കൊടുത്ത കുളം അവിടെ വിശദമായി തന്നെ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം പരിശോധന നടത്തിയെങ്കിലും കുളത്തിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ കുളത്തിൽ കുട്ടിയുണ്ടോ എന്ന കാര്യത്തിലൊന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഇല്ല എന്നൊരു പ്രാഥമിക നിഗമനമാണ് ഉള്ളത്. ഒപ്പം തന്നെ ഈ മറ്റ് പ്രദേശങ്ങളിൽ വല്ലതും കുട്ടിയുണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് ഇന്ന് കൂടുതലായും നടക്കുക. അതിനെ വേണ്ടി ഇന്നലെ പോലീസ് രാത്രിയും തെരച്ചിൽ തുടർന്നിരുന്നു. അതായത് കുട്ടിക്ക് ഫിക്സിന്റെ ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ കുട്ടി എവിടെയെങ്കിലും തളർന്നിരിക്കുകയോ മയങ്ങി വീഴുകയോ ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ ഒരു സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ 11 മണിയോട് കൂടിയാണ് ഈ എരുമങ്കോട് സ്വദേശികളായ അനസ് തൗഹീദ ദമ്പതികളുടെ മകൻ 6 വയസ്സ് മാത്രം പ്രായമുള്ള സുഹാനെ കാണാതാവുന്നത്. വീട്ടിലെത്തി സഹോദരനുമായി ചെറിയ പിണക്കത്തെ തുടർന്ന് കുട്ടി വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു. സാധാരണഗതിയിൽ കുട്ടി ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ഉടൻ തന്നെ തിരിച്ചെത്തുന്നതാണ്. കാരണം ഈ മേഖലയിലുള്ള ആകെ 2 വീടുകളിലും മാത്രമാണ് കുട്ടിക്ക് പരിചയമുള്ളത്. മറ്റ് വീടുകളിലേക്ക് പോലും കുട്ടി പോവാറില്ല. അങ്ങനെയുള്ള കുട്ടിയാണ് ഇന്നലെ ഏറെ വൈകിയും തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് വീട്ടുകാർ പരിശോധന നടത്തുന്നത്. ഈ പ്രദേശത്ത് ഉൾപ്പെടെ വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് ചിറ്റൂർ പോലീസിൽ പരാതി നൽകി. പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡും എത്തി പരിശോധന നടത്തി. എന്തായാലും വ്യാപക തെരച്ചിൽ തന്നെ ഇന്നലെ നടന്നെങ്കിൽ കൂടി കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഇരുട്ടിയതോടുകൂടി രാത്രിയായതോടുകൂടി ഫയർ ആൻഡ് റെസ്ക്യൂ കുളത്തിലെ പരിശോധന താൽക്കാലികമായി ഇന്നലെ അവസാനിപ്പിച്ചത്. ഇന്നെന്തായാലും 8 മണിയോടുകൂടി തന്നെ കുട്ടിക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കും. പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും തെരച്ചിലിനുണ്ടാകും. മറ്റൊന്ന്, ഈ എരുമങ്കോട് എന്ന് പറയുന്ന പ്രദേശം ഒരു ഗ്രാമമേഖലയാണ്. നിരവധി വഴികളും കുളങ്ങളും ഒക്കെയുള്ള ഒരു മേഖലയാണ്. ഇവിടങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തുന്നതിനപ്പുറത്തേക്ക് എരുമങ്കോടിന്റെ ടൗൺ കേന്ദ്രീകരിച്ചുള്ള ഭാഗങ്ങളിലും പരിശോധനയുണ്ടാകും. കുട്ടി വണ്ടിയിലോ കയറി പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കും. എന്തായാലും ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി കാണാതായ സുഹാന് വേണ്ടി തെരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുകയാണ്. സുഹൈൽ, ഒരു നാടൊന്നാകെ സുഹാനെ തെരച്ചിൽ നടത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. മറ്റെവിടെയെങ്കിലും കുട്ടി പോയിട്ടുണ്ടോ എന്ന രീതിയിലും പോലീസും നാട്ടുകാരുമടക്കം പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പമാണ് കുളത്തിലെ പരിശോധന. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്കാണ്. കോഴിക്കോട് ഫറോക്കിൽ ഭർത്താവിന്റെ വെട്ടേറ്റ് യുവതി മരിച്ചു. ഫറോക്ക് സ്വദേശി മുനീറയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഭർത്താവ് ജബ്ബാർ റിമാൻഡിലാണ്. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറം ചെയ്യുന്നു. ഗോകുൽ, ചികിത്സയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, ഒടുക്കം മരണത്തിൽ ഇറങ്ങിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ?
കഴിഞ്ഞ 4 ദിവസമായി മുനീറ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ബുധനാഴ്ചയായിരുന്നു മുനീറയെ ഭർത്താവ് ജബ്ബാർ വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിച്ചത്. അനാവശ്യമായ കാര്യത്തിന് പണം ആവശ്യപ്പെട്ടതിനാൽ യുവതി ഈ മുനീറ പണം നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് വീടിന്റെ കതകടച്ചതിന് ശേഷം യുവതിയെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. വലതു കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്, തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. യുവതിയുടെ ശരീരത്തിൽ പുറത്ത് 2 വെട്ടുകളുണ്ട്. ഈ ജബ്ബാർ എന്ന് പറയുന്ന വ്യക്തി ലഹരിക്കടിമയാണ് എന്നും നേരത്തെയും ഈ മുനീറയ്ക്കെതിരെ ഇത്തരത്തിൽ അക്രമം നടത്തിയിട്ടുണ്ട് എന്നും ബന്ധുക്കൾ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. ഇത്തരത്തിൽ പരിക്കുപറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ 4 ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി മുനീറ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാരകമായ രീതിയിൽ അക്രമം ഉണ്ടായിരുന്നു എന്നാണ് പറയാൻ സാധിച്ചത്. അന്ന് തന്നെ ഈ ജബ്ബാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇയാളിപ്പോൾ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. ഇയാൾ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന സമയത്താണ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മുനീറ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അടിക്കടി ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വീട്ടിൽ ഉണ്ടാവാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 1 വർഷം മുമ്പ് ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഈ ബന്ധം വേർപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുടുംബങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിലും മുനീറ തന്നെ മുൻകൈയെടുത്ത് ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ അതിനിടയിലും ഇത്തരത്തിലുള്ള ക്രൂരമായ അക്രമങ്ങളും ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള അതിക്രമങ്ങളും ഒക്കെ മുനീറയ്ക്കെതിരെ ഉണ്ടായതായി പറയുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ക്രൂരമായൊരു വെട്ടുകത്തി ഉപയോഗിച്ചുകൊണ്ട് വീടിനകത്ത് വെച്ച് വെട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും യുവതി ഇപ്പോൾ ചികിത്സയിലിരിക്കെ 4 ദിവസത്തിന് ശേഷം മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. സുഹൈൽ. ഗോകുൽ കെ വേണുഗോപാലാണ് വാർത്ത വിശദാംശങ്ങൾ നൽകിയത്. അന്ന് തന്നെ വധശ്രമ കേസ് ചുമത്തി ഭർത്താവ് ജബ്ബാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ജബ്ബാർ ഇപ്പോൾ റിമാൻഡിലാണ്. ഇനി ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24 പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷും കൊച്ചിയിൽ നിന്ന് റാഫി കരീമും കോഴിക്കോട് നിന്ന് ഗോകുൽ കെ വേണുഗോപാലും ചേർന്നു. ആദ്യം MG പ്രതീഷിലേക്കാണ്. തിരുവനന്തപുരത്ത് R ശ്രീലേഖ VK പ്രശാന്ത് MLA നേർക്കുനേർ. ആദ്യം ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ആദ്യം പോകുന്നു. പ്രശാന്ത്, ഈ പറഞ്ഞതുപോലെ MG പ്രതീഷ്, ഈ ഇപ്പോഴുള്ളൊരു ഒരു പുതിയ ഒരു രാഷ്ട്രീയ തർക്കത്തിലേക്ക് പോലും ഈ കാര്യങ്ങൾ നീങ്ങുകയാണ്. R ശ്രീലേഖയും VK പ്രശാന്ത് MLAയും തമ്മിലുള്ള പോര്. ഈ പറഞ്ഞതുപോലെ MLA ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് R ശ്രീലേഖ ഇപ്പോൾ തന്നെ VK പ്രശാന്തിനെ സമീപിച്ചിരിക്കുന്നു. സുഹൈൽ, തീർച്ചയായും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം BJP പിടിച്ചതിന് പിന്നാലെ MLA വേഴ്സസ് കൗൺസിലർ എന്നുള്ള ഒരു തർക്കത്തിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കോർപ്പറേഷന്റെ ഓഫീസിലാണ് കഴിഞ്ഞ 10 വർഷമായി VK പ്രശാന്ത് MLAയുടെ ഓഫീസും അതുപോലെ തന്നെ ശാസ്തമംഗലത്തെ കൗൺസിലർ ഓഫീസും പ്രവർത്തിക്കുന്നത്. ഇന്നലെയാണ് ഈ ശ്രീലേഖ VK പ്രശാന്തിനെ ഫോണിൽ നേരിട്ട് വിളിക്കുകയും MLA ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. തന്റെ ഓഫീസ് കൂടുതൽ വിപുലപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യമാണ് ശ്രീലേഖ മുന്നോട്ട് വച്ചത്. പക്ഷേ കൗൺസിൽ തീരുമാനപ്രകാരമായിരുന്നു MLA ഓഫീസ് ആ കെട്ടിടത്തിൽ വാടകയ്ക്ക് എടുത്തതും പ്രവർത്തിച്ചു വന്നിരുന്നതും. മാർച്ച് വരെയുള്ള വാടക കുടിശ്ശിക നൽകിയിട്ടുണ്ട് എന്നും ഒഴിയാൻ കഴിയില്ല എന്നുമുള്ള നിലപാടാണ് VK പ്രശാന്ത് അറിയിച്ചിട്ടുള്ളത്. ഈ കൗൺസിലിൽ ഇപ്പോൾ നിലവിൽ ഭൂരിപക്ഷം BJPക്ക് ആയതുകൊണ്ട് തന്നെ ഇനി ഇതിൽ തുടർ നടപടി കോർപ്പറേഷൻ എന്ത് സ്വീകരിക്കുമെന്നതാണ് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം. വട്ടിയൂർക്കാവിലേക്ക് VK പ്രശാന്തിന്റെ മണ്ഡലമായ വട്ടിയൂർക്കാവിലേക്ക് ഉൾപ്പെടെ R ശ്രീലേഖയെ പരിഗണിക്കുമെന്ന വാർത്തകൾ പുറത്തുവരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ MLAയും ഒരു കൗൺസിലർ കൂടിയായ R ശ്രീലേഖയും തമ്മിലൊരു രാഷ്ട്രീയ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൗൺസിലായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. കൗൺസിലിൽ BJPക്ക് മുൻതൂക്കം ഉള്ളത് കൊണ്ട് തന്നെ അത് R ശ്രീലേഖയ്ക്ക് അനുകൂലമായി വരാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ തിരുത്തൽ നടപടികളിലേക്ക് CPM കടക്കുകയാണ്. സംസ്ഥാന സമിതി യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഈ പ്രാദേശിക തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഈ ഭരണവിരുദ്ധ വികാരം പ്രകടമായി എന്നുള്ള ഒരു വികാരം CPM-ലുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഉൾപ്പെടെ ഈ പ്രാദേശിക സർക്കാരുകൾക്കിടയിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചു എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. അക്കാര്യത്തിൽ ഉൾപ്പെടെ ഒരു തുടർ നടപടികളും തുടർ ചർച്ചകളും ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ നടക്കും. ഒപ്പം സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തതിലും ഒരു തിരിച്ചടി ഉണ്ടായി എന്നുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വരുന്നുണ്ട്. അക്കാര്യത്തിൽ ഉൾപ്പെടെ തുടർ ചർച്ചകൾ സംസ്ഥാന സമിതി യോഗത്തിൽ നടക്കും. അതിനൊപ്പം തന്നെ അടിയന്തര LDF നേതൃയോഗവും ഇന്ന് നടക്കുന്നുണ്ട്. അതാ ഈ തിരഞ്ഞെടുപ്പിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്രവിരുദ്ധ സമരങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ കൂടി ഭാഗമായാണ് LDF നേതൃയോഗം ചേരുന്നത്. സമരങ്ങൾ ഏത് തരത്തിൽ വേണം, എവിടെ ആ ഒരു സമര കേന്ദ്രങ്ങളാകണം എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്ന് ചേരുന്ന LDF നേതൃയോഗം തീരുമാനമെടുക്കും. സുഹൈൽ. MG പ്രതീക്ഷാണ് ആ മേഖലയിലെ ഇന്ന് സംഭവിക്കാനിടയുള്ള വാർത്തകളുടെ സമഗ്ര വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. തിരുവനന്തപുരം നാവായിക്കുളം പഞ്ചായത്തിലുണ്ടായ അപ്രതീക്ഷിത അട്ടിമറിയിൽ ഞെട്ടിയിരിക്കുകയാണ് UDF. വൻ ഭൂരിപക്ഷമുണ്ടായിട്ടും വിജയിക്കാൻ കഴിയാത്തതിൽ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ മറുപടി പറയേണ്ടി വരും. വിപ്പ് ലംഘിച്ചവർക്കെതിരെ അച്ചടക്ക നടപടി ആലോചിക്കുന്നുണ്ടെങ്കിലും ഇരുപക്ഷവും കേൾക്കാനാണ് തീരുമാനം.
24 അംഗങ്ങളുള്ള നാവായിക്കുളം പഞ്ചായത്തിൽ UDF-നുണ്ടായിരുന്നത് വൻ ഭൂരിപക്ഷം. UDF 12 അംഗങ്ങളെ വിജയിപ്പിച്ചപ്പോൾ LDF-ഉം BJP-യും 6 വീതം സീറ്റിലൊതുങ്ങി. എന്നിട്ടും UDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ തോറ്റു. LDF പിന്തുണയോടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളല്ലാത്ത മറ്റ് 2 കോൺഗ്രസുകാർ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായി. പഞ്ചായത്തിലെ വർക്കല കഹാർ വിഭാഗവും MM താഹ വിഭാഗവും തമ്മിലുള്ള ഗ്രൂപ്പ് പോരാണ് പാർട്ടിക്ക് നാണക്കേടായത്. ഗ്രൂപ്പ് പോര് DCC വരെ എത്തിയെങ്കിലും 2.5 വർഷം ടേം എന്ന പരിഹാര ഫോർമുല നേതൃത്വം മുന്നിൽ വെച്ചു. എന്നാൽ ആരാദ്യം പ്രസിഡന്റാകും എന്നതിലായി അടുത്ത അടി. പ്രാദേശിക തലത്തിൽ വിഷയം പരിഹരിക്കാൻ DCC നേതൃത്വം ആവശ്യപ്പെട്ടതാണ് സംസ്ഥാനത്താകെ കോൺഗ്രസിന് നാണക്കേടായ സംഭവത്തിലേക്ക് വഴിതെളിച്ചത്. കോൺഗ്രസിലെ 4 അംഗങ്ങളാണ് വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തത്. ഇവർക്കെതിരെ അച്ചടക്ക നടപടി ആലോചനയിലാണ്. എന്നാൽ പ്രശ്നം ഗൗരവമായി പഠിച്ച ശേഷം മാത്രമേ നടപടിയാകാവൂ എന്നും ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. പരസ്പരം കൂടിയാലോചന നടത്തുന്നതിൽ ഇരുവിഭാഗത്തിനും പിഴവ് പറ്റിയെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ടുതന്നെ കൂട്ട അച്ചടക്ക നടപടി ഉൾപ്പെടെ ആലോചിക്കുന്നു. വളരെ വേഗത്തിൽ പ്രശ്നം പരിഹരിച്ച് ഭരണം തിരിച്ചുപിടിക്കാനാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. 24 തിരുവനന്തപുരം. കൊച്ചി മേഖലയിലെ വിവിധ വാർത്തകളുടെ വിശദാംശങ്ങളുമായി റാഫി ചെയ്യുന്നു. റാഫിയിൽ നമ്മൾ തേടേണ്ട വാർത്തകൾ വടുവകോട് പുത്തൻകുരിശു പഞ്ചായത്തിൽ UDF 2020 ധാരണയാകുന്നു. കണ്ടാലുടക്കുള്ള മുന്നണികൾ ഇപ്പോൾ ഒരു ധാരണയിലേക്ക് എത്തുന്നു. ഒപ്പം ആലപ്പുഴ പുളിങ്കുന്ന് പഞ്ചായത്തിൽ കൂറുമാറിയ കോൺഗ്രസ് അംഗത്തെ അയോഗ്യനാക്കും. പുതുവത്സരാഘോഷത്തിനൊരുങ്ങി കൊച്ചി തയ്യാറായിരിക്കുകയാണ് ന്യൂ ഇയർ ആഘോഷത്തിന്. അപ്പോൾ റാഫി, എന്തൊക്കെയാണ് ഈ 3 വാർത്തകളുടെയും വിശദാംശങ്ങൾ? ഇന്ന് എന്തൊക്കെയാണ് പ്രധാനമായും ആ മേഖലയിൽ സംഭവിക്കാനിടയുള്ള വാർത്തകൾ? സുഹൈൽ, ഇന്നലെ ത്രിതല പഞ്ചായത്ത് അധ്യക്ഷ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ കോൺഗ്രസിലെ അപ്രതീക്ഷിത നീക്കം അത് തന്നെയാണ് ഇന്ന് എന്തായാലും കൊച്ചിയിൽ ചർച്ച ചെയ്യുക. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2020-ക്കെതിരെ ശക്തമായ പ്രചരണം നടത്തിയതാണ് കോൺഗ്രസ്. ബെന്നി ബെഹനാൻ MP-യുടെ നേതൃത്വത്തിലായിരുന്നു 2020-ക്കെതിരെ വലിയ പ്രചരണം നടത്തിയത്. ആ പ്രചരണത്തിന് ശേഷം കോൺഗ്രസ് ചിലയിടങ്ങളിൽ 2020-യുടെ കോട്ടകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ഇന്നലെ ത്രിതല പഞ്ചായത്ത് അധ്യക്ഷ തിരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ 2020-യും കോൺഗ്രസും തമ്മിൽ ഒരു ധാരണയുണ്ടാകുന്നതാണ് കണ്ടത്. വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലാണ് 2020-യുടെ പിന്തുണയോടുകൂടി കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയത്. ഇവിടെ LDF പുറത്താകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ LDF-ന് ലഭിക്കാവുന്ന ഒരേ ഒരു പഞ്ചായത്തായിരുന്നു പുത്തൻകുരിശ് പഞ്ചായത്ത്. ആ പഞ്ചായത്തിലെ LDF-നെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് 2020-യും ഒപ്പം തന്നെ UDF-ഉം ഒരു ധാരണയുണ്ടാക്കി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഒപ്പം തന്നെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ പുളിങ്കുന്നത്ത് LDF-നെ പിന്തുണച്ച കോൺഗ്രസിന്റെ നേതാവായിരുന്ന ഔസേപ്പച്ചൻ അദ്ദേഹത്തെ അയോഗ്യനാക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് നേതൃത്വം പരാതി നൽകും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പുളിങ്കുന്ന് പഞ്ചായത്തിലെ ഔസേപ്പച്ചൻ പ്രസിഡന്റായി വന്നത് LDF-ന്റെ പിന്തുണയോടുകൂടിയാണ്. അവിടെ UDF-ന് ഭരണം നഷ്ടമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടാവുക. ഒപ്പം തന്നെ കൊച്ചിൻ കാർണിവലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഇന്നലെ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. അതിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം പരിശോധിച്ചിരുന്നു. KSRTC-യുടെ പ്രത്യേക സർവീസുകൾ നടത്താനും ഒപ്പം തന്നെ 2 ഇടങ്ങളിൽ പ്രത്യേക പോലീസ് ഹെഡ് പോസ്റ്റുകൾ സ്ഥാപിക്കാനും CCTV ക്യാമറകൾ അടക്കം പുതിയതായി സ്ഥാപിച്ച് നിരീക്ഷണം നടത്താനുമാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ കാർണിവൽ ഒരുക്കങ്ങളുടെ ഭാഗമായി അധിക പോലീസിനെ നിയോഗിക്കും. ഒപ്പം തന്നെ ഗതാഗത നിയന്ത്രണങ്ങൾ 30-ാം തീയതി തന്നെ നടപ്പാക്കി മുന്നോട്ട് പോകാനുള്ള ധാരണയുമായിട്ടുണ്ട്. എന്തായാലും കാർണിവൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ന്യൂ ഇയർ ആഘോഷിക്കുന്നതിന് വേണ്ടി കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂ ഇയർ ആഘോഷത്തിലേക്ക് കൊച്ചി കടന്നു കഴിഞ്ഞു. അങ്ങനെ ന്യൂ ഇയർ ആഘോഷത്തിന് ആഘോഷ പൊലിമ കൂട്ടാൻ ഒരുങ്ങിയിരിക്കുകയാണ് കൊച്ചി. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നാടകീയതകൾ, ട്വിസ്റ്റുകൾ, ഇനി പുതിയ മുന്നണി സമവാക്യങ്ങൾ. മറ്റു വാർത്തകളിലേക്കാണ്. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ ഭരണം പിടിക്കാൻ BJP-യുമായി കൈകോർത്ത രാജി നാടകത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിൽ. കോൺഗ്രസിന്റെ 8 അംഗങ്ങളാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJP പിന്തുണയോടെ ഭരണം പിടിച്ചത്. അതിനിടെ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ SDPI പിന്തുണയോടെ ജയിച്ച പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെ ഇന്നലെ രാത്രിയോടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായത് നാടകീയ നീക്കം. മറ്റത്തൂരിൽ LDF-ന് 10-ഉം UDF-ന് 8-ഉം 2 കോൺഗ്രസ് വിമതരും BJP-ക്ക് 4 അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളും പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJP-യുമായി സഹകരിച്ചു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച 8 പേരുടെയും വിമതരായി മത്സരിച്ച ഒരു സ്വതന്ത്രന്റെയും 4 BJP അംഗങ്ങളുടെയും വോട്ടുകൾ നേടി കോൺഗ്രസ് വിമതയായി ജയിച്ച ടെസ്സി ജോസ് പ്രസിഡന്റായി. വൈസ് പ്രസിഡന്റായി UDF-ന്റെ അംഗമായിരുന്ന നൂർജഹാൻ നവാസും വിജയിച്ചു. നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെ DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ എന്നിവരെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കൂടാതെ 8 കോൺഗ്രസ് വാർഡ് മെമ്പർമാരെയും 2 വിമതരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ കോൺഗ്രസ് BJP ധാരണയാണ് നടപ്പിലായതെന്നാണ് CPM-ന്റെ ആരോപണം.
ഇതിനിടെ ചൊവ്വന്നൂരിൽ SDPI പിന്തുണയോടെ ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാർ പാർട്ടി നിർദ്ദേശിച്ചിട്ടും രാജിവെക്കാത്തതിനെ തുടർന്ന് പുറത്താക്കി. പഞ്ചായത്ത് പ്രസിഡന്റായി ജയിച്ച നിതീഷ് AM, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ജയിച്ച സെബേറ്റ വർഗീസ് എന്നിവർക്കെതിരെയാണ് നടപടി. കുന്നംകുളം പോലീസ് കസ്റ്റഡി മർദ്ദനത്തിനെതിരെ പോരാടിയ വർഗീസിന്റെ ഭാര്യയാണ് സെബേറ്റ. 24 തൃശൂർ. ഇനി കോഴിക്കോട് മേഖലയിലെ വാർത്തകളുടെ വിശദാംശവുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റിനെ തീരുമാനിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇന്ന് അതിലൊരു തീരുമാനം കൈക്കൊള്ളും. CPIM നിന്ന് പിടിച്ചെടുത്ത പഞ്ചായത്താണ് ഇന്നലെ കോറം തികയാത്തതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല. തിരുവാലി പഞ്ചായത്തിൽ UDF-ലെ ഭിന്നതയിൽ അനുനയ നീക്കത്തിന് ജില്ലാ ഘടകം ശ്രമിക്കുന്നുണ്ട്. അഗളി പഞ്ചായത്തിലെ കൂറുമാറ്റത്തിൽ UDF പഞ്ചായത്ത് അംഗത്തിനെതിരെ കോൺഗ്രസ് നടപടിക്കും സാധ്യതയുണ്ട്. ഗോകുൽ, അങ്ങനെ രാഷ്ട്രീയ നാടകീയതകൾ, ട്വിസ്റ്റുകൾ ഇന്ന് ഒരുപാട് സംഭവിക്കാനിടയുണ്ട് കോഴിക്കോടെന്ന്. എന്തൊക്കെയാണ് ഈ വാർത്തകളുടെയൊക്കെ വിശദാംശങ്ങൾ? അപ്രതീക്ഷിതമായ നാടകീയതയും സംഭവങ്ങളും ഒക്കെയാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പുല്ലൂർ പെരിയ, തിരുവാലി, അഗളി പഞ്ചായത്തുകളിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ഈ LDF-ന് 9, UDF-ന് 9, NDA-ക്ക് 1 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. അവിടെ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയിട്ടുള്ള തർക്കമാണ് ആദ്യഘട്ടത്തിൽ 4 കോൺഗ്രസ് അംഗങ്ങളും 1 NDA അംഗങ്ങളും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണമായത്. അങ്ങനെ ബാക്കി 4 പേർ തെരഞ്ഞെടുപ്പിന് എത്തിയ സമയത്ത് അവർ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും LDF-ന് ഭരണം കിട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തും. അങ്ങനെ അവർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അതിലിപ്പോൾ പ്രസിഡന്റിലേക്ക് ഒരു അനുനയ നീക്കത്തിൽ ഏതെങ്കിലും ഒരാളെ കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള നടപടിയിലേക്ക് DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് അനുനയ നീക്കവും ചർച്ചയും നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന കോൺഗ്രസ് അംഗങ്ങൾക്കെതിരെ KPCCക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ആ പരാതിയിലും നടപടി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തിരുവാലി പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം മലപ്പുറം ജില്ലയിൽ ആകെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ചില ഭിന്നതകൾ മൂലം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് തിരുവാലി പഞ്ചായത്തിൽ നിന്ന് വരുന്ന വാർത്ത. മുസ്ലിം ലീഗ് അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് 2.5 വർഷ സ്ഥാനം അവകാശപ്പെട്ടതോടുകൂടി അത് നൽകാൻ കോൺഗ്രസ് അംഗങ്ങൾ തയ്യാറാവാതെ വന്നതോടെയാണ് അവിടെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കേണ്ടി വന്നത്. അങ്ങനെ മുസ്ലിം ലീഗ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അവിടെയും മുസ്ലിം ലീഗ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയാണെങ്കിൽ LDF-ന് ഭരണം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അതിനാൽ തന്നെ കോൺഗ്രസ് അംഗങ്ങളും വിട്ടുനിന്നു. അങ്ങനെയും അവിടെ കോറം തികയാതെ വന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. ഇന്നിപ്പോൾ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ജില്ലാ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നും അവിടെ പ്രാദേശികമായി മുസ്ലിം ലീഗ് കോൺഗ്രസ് ഘടകങ്ങളുമായി സംസാരിച്ചതിന് ശേഷം ആ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഗളി പഞ്ചായത്തിലാണ് മറ്റൊരു അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസ് അംഗമായി മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥി LDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുകയും അവർ LDF അംഗമായി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. അതായത് അഗളി പഞ്ചായത്തിൽ UDF-ന് 10, LDF-ന് 10, NDA-ക്ക് 2 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. അതിൽ UDF അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മഞ്ജുവാണ് LDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുകയും LDF-നോടെ ഭരണം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ട്വിസ്റ്റുകളും നീക്കങ്ങളും ഒക്കെ പല പഞ്ചായത്തുകളും നടന്നു. അതോടൊപ്പം തന്നെ കോഴിക്കോട് വടകര ബ്ലോക്ക് പഞ്ചായത്തിലും RMPI UDF സഖ്യത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയിരുന്നു. RJD അംഗത്തിന്റെ വോട്ട് UDF-നും RMPIക്കും അനുകൂലമായി വന്നതോട് കൂടിയിട്ടാണ് അത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ അവിടെ ഭരണം കിട്ടുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് RJD അംഗത്തിന് അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം പ്രാദേശിക തലത്തിൽ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് മുന്നണി സമവാക്യങ്ങൾ. നടപടികൾ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളിലേക്ക് തിരികെ വരാം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രിയ പ്രേക്ഷകർ തുടരും. വെൽക്കം ബാക്ക്. മലപ്പുറം ചെമ്മാട് മൈജി ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ഗായകൻ ഹനാൻ ഷാ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. മൈജിയുടെ വിശാലമായ ഷോറൂമാണ് ചെമ്മാട് പ്രവർത്തനം ആരംഭിച്ചത്. 10 ലക്ഷം രൂപയുടെ ബമ്പർ സമ്മാനമാണ് ക്രിസ്മസ് ഓഫറിന്റെ ഭാഗമായി ഒരുക്കിയത്. ഉദ്ഘാടന ദിനത്തിൽ ലാഭവും ഈടാക്കിയില്ല. ഉദ്ഘാടന ദിനത്തിൽ ആദ്യത്തെ 3 മണിക്കൂറിൽ ഷോറൂം സന്ദർശിച്ച 3 പേർക്ക് നറുക്കെടുപ്പിലൂടെ TV സമ്മാനമായി നൽകി. മറ്റാർക്കും നൽകാനാവാത്ത വമ്പിച്ച ഓഫേഴ്സും വിവിധ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ വിവിധ മോഡലുകളും ബ്രാൻഡുകളും എല്ലാം തന്നെ നമ്മുടെ സ്റ്റോറിൽ ലഭ്യമാണ്. മൈജി ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ തന്നെ ഹോം അപ്ലയൻസസിൻ്റെ കിച്ചൺ അപ്ലയൻസിൻ്റെ ഒക്കെ ഒരു വൻ നിര തന്നെ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, TV, AC, അതേപോലെ ഡിജിറ്റലിലേക്ക് വന്നാൽ മൊബൈൽ, ലാപ്ടോപ്പ്, അക്സസറീസ്, അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ പ്രൊഡക്റ്റുകളും ഒരു ഷോറൂമിൽ ഇവിടെ അവൈലബിൾ ആണ്. ബ്രാൻഡുകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നേരിട്ട് ബൾക്കായി വാങ്ങുന്നതിനാൽ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകാനാകുമെന്നാണ് മൈജിയുടെ പ്രത്യേകത. 24 മലപ്പുറം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 140ാം സ്ഥാപക ദിനം ഇന്ന് രാവിലെ 9 മണിക്ക് AICC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നടക്കുന്ന ചടങ്ങിൽ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പതാക ഉയർത്തും. സോണിയാഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. ആദ്യമായാണ് സ്ഥാപക ദിനാഘോഷങ്ങൾ പുതിയ ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നടക്കുന്നത്. സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും സെമിനാറുകൾ അടക്കമുള്ള പ്രത്യേക പരിപാടികൾ നടക്കും.
കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധവുമായി SFI. പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധമെന്ന് SFI കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കി. സ്കൂൾ ബച്ചാവോ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിന് അന്ന് മധ്യപ്രദേശിലെ ഗോളിയറിൽ തുടക്കമാകും. കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ ഏറ്റവും അധികം സ്കൂളുകൾ അടച്ചുപൂട്ടിയ സ്ഥലമായതിനാലാണ് പ്രതിഷേധത്തിന് മധ്യപ്രദേശ് തെരഞ്ഞെടുക്കുന്നതെന്ന് SFI അറിയിച്ചു. സ്പോർട്സ് വാർത്തകളിലേക്കാണ്. ശ്രീലങ്കൻ വനിതകൾക്കെതിരായ ഇന്ത്യയുടെ 4ാം T20 ഇന്ന് നടക്കും. രാത്രി 7-ന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ 4-0 ലീഡ് ലക്ഷ്യമിട്ടാണ് ഹർമൻപ്രീത് കൗറും സംഘവും കളത്തിലെത്തുന്നത്. പരമ്പര പിടിച്ചതോടെ ടീം ഇന്ത്യക്കിനി കാര്യവട്ടത്ത് കൈക്കരുത്ത് കാട്ടാനുള്ള സമയം. കാര്യവട്ടത്തെ 8 വിക്കറ്റിന്റെ കരുത്തുറ്റ ജയത്തോടെ ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പര ഇതിനോടകം നേടിക്കഴിഞ്ഞു ടീം ഇന്ത്യ. ഇനിയുള്ള ലക്ഷ്യം ഇതേ ഗ്രൗണ്ടിൽ നടക്കുന്ന 2 മത്സരങ്ങൾ കൂടി ജയിച്ച 5 മത്സര പരമ്പര തൂത്തുവാരുക. ആദ്യ 3 മത്സരങ്ങളിലും ഇന്ത്യക്ക് ചെറിയ വെല്ലുവിളി ഉയർത്താൻ പോലും ലങ്കൻ വനിതകൾക്കായിട്ടില്ല. ഷഫാലി വർമ്മയുടെ വെടിക്കെട്ട് ഫോമും ദീപ്തി ശർമ്മ അടക്കമുള്ള ബൗളർമാരുടെ സ്ഥിരതയാർന്ന പ്രകടനവുമാണ് ഇന്ത്യൻ കരുത്ത്. വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദനയുടെ ബാറ്റിൽ നിന്ന് പതിവ് റണ്ണൊഴുക്കില്ലെന്നത് മാത്രമാണ് ആകെയൊരു നിരാശ. ആദ്യ 3 മത്സരങ്ങളിൽ നിന്ന് 40 റൺസ് മാത്രം നേടിയ സ്മൃതി ഇന്ന് കത്തിക്കയറുമെന്ന് കരുതാം. അന്താരാഷ്ട്ര 2020-യിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത വനിതാ താരമെന്ന റെക്കോർഡിന് അരികെയാണ് ദീപ്തി ശർമ്മ. 151 വിക്കറ്റുമായി നിലവിൽ ഓസ്ട്രേലിയൻ താരം മേഗൻ ഷൂട്ടുമായി റെക്കോർഡ് പങ്കിടുകയാണ് ഇന്ത്യൻ ഓൾറൗണ്ടർ. പരമ്പര പിടിച്ചതോടെ ടീമിൽ പരീക്ഷണങ്ങൾക്കും ഇന്ത്യ മുതിർന്നേക്കും. ജി കമാലിനിക്ക് അരങ്ങേറ്റത്തിന് അവസരം കൊടുക്കുന്നതിനൊപ്പം ഹർലീൻ ഡിയോളും പ്ലേയിങ് 11-ൽ എത്തിയേക്കും. അതേസമയം ക്യാപ്റ്റൻ ചമരി അട്ടപ്പെട്ടു അടക്കമുള്ള ബാറ്റർമാരുടെ സ്ഥിരതയില്ലായ്മയും അത്ര പരിചയസമ്പന്നരല്ലാത്ത സ്ക്വാഡുമാണ് ലങ്കയുടെ പ്രശ്നം. ഇനിയുള്ള മത്സരങ്ങളിലെങ്കിലും ജയിച്ച മാനം കാക്കാൻ വമ്പൻ പ്രകടനം തന്നെ വേണം സന്ദർശകർക്ക്. ആധിപത്യം തുടരാൻ ടീം ഇന്ത്യ. ആശ്വാസ ജയം മോഹിച്ച ലങ്ക. ഒരു സൂപ്പർ ക്രാക്കർ സൺഡേ മോഹിച്ച കാര്യവട്ടത്തെ ആരാധകരും. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് സിറിലിനൊപ്പം അനിൽ വാസുദേവ്, 24. വ്യത്യസ്തമായ ഒരു ക്രിക്കറ്റ് മത്സരത്തിന്റെ കാഴ്ചയിലേക്കാണ് ഇനി. ഭിന്നശേഷിക്കാരായ ക്രിക്കറ്റ് താരങ്ങളുടെ വാശിയേറിയ മത്സരത്തിനാണ് തേവര CMI പബ്ലിക് സ്കൂൾ ഗ്രൗണ്ട് വേദിയായത്. തമിഴ്നാടിനെതിരായ 3 മത്സരങ്ങളുടെ പരമ്പര കേരളം സ്വന്തമാക്കി. വീൽ ചെയറിലിരുന്നായിരുന്നു ക്രിക്കറ്റ് കളി. പക്ഷേ മത്സരത്തിന് ആവേശം ഒട്ടും കുറവല്ല. അതിർത്തിക്കപ്പുറത്തേക്ക് പായുന്ന സിക്സറുകളും ഫോറുകളും നിറഞ്ഞ ത്രസിപ്പിക്കുന്ന മത്സരം. ചില ബോളുകൾ എടുക്കാൻ പായുമ്പോൾ ചിലപ്പോൾ വീൽ ചെയറിൽ നിന്ന് വീഴും. എന്നാൽ അതൊന്നും ബാധിക്കാതെ വീണ്ടും വീൽ ചെയറിലിരുന്ന് വാശിയുടെ മത്സരം. മത്സരങ്ങളടങ്ങിയ പരമ്പര 2-1 കേരളം നേടിയത്. ടൂർണമെന്റിലെ മികച്ച ബൌളറായി ശ്രീലാൽ നാരായണനും മികച്ച ബാറ്റ്സ്മാനായി വിനോഷും തിരഞ്ഞെടുക്കപ്പെട്ടു. വിനോഷ് തന്നെ ടൂർണമെന്റിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ പുരസ്കാരവും നേടി. മത്സരത്തിൽ സന്തോഷവും നന്ദിയും മാത്രമാണുള്ളതെന്ന് പങ്കെടുത്തവർ. ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കിങ്ങനെ ഒരു ഗെയിം ഇവിടെ നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കാൻ പറ്റിയതെങ്കിൽ ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ ഞങ്ങൾ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഡിസേബിൾഡ് ആൾക്കാർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇതിൽ നിന്ന് തുറന്നു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേപോലെ സപ്പോർട്ടും ഞങ്ങൾക്ക് കുറവാണ്. ഇനിയും സപ്പോർട്ടുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരിമിതികളിൽ ഒതുങ്ങിക്കൂടാതെ പലർക്കും ഊർജം നൽകുകയാണ് വീൽ ചെയർ ക്രിക്കറ്റ് ടൂർണമെന്റ്. നമ്മളിവരെ കാണേണ്ടത് ഒരു വീൽ ചെയറിലുള്ള ഒരു ആൾ എന്നല്ലാതെ ഇവരുടെ കളികൾ നമ്മൾ ശ്രദ്ധിച്ചത് ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇതിന് മുന്നേ ടൂർണമെൻറ്റ് പോയിട്ട് കപ്പടിച്ചതും. ഇന്നത്തെ ഇവിടുത്തെ കളി പോലും നമ്മൾ കണ്ടറിയാം, ഇവരുടെ സ്കോറുകളൊക്കെ കണ്ടറിയാം. നല്ല ടൈറ്റ് മാച്ചാണ് വന്നിരിക്കുന്നത്. കൊച്ചി. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാകുന്ന മോർണിംഗ് ഷോയുമായി SKN ചേരും. നന്ദി.